മകന്റെ ജോലി പോയ കാര്യവും ഈ NM വിജയനെ വിഷമിപ്പിച്ചിരുന്നു. ആ ജോലി പോയ സാഹചര്യം എന്തായിരുന്നു? അവന് 7 വർഷം ഇവിടെ അർബൻ ബാങ്കിൻ്റെ ഈവനിംഗ് ബ്രാഞ്ചിൽ ജോലി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടിട്ട് കുറച്ചായി. അതിനുശേഷം അവൻ ഉച്ചവരെ അച്ഛൻ്റെ മെഡിക്കൽ ഷോപ്പ് പോയിരിക്കും. പിന്നെ മെഡിക്കൽ ഷോപ്പും കുറച്ചായിട്ട് ഇപ്പോൾ തുറക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഇവിടെ തന്നെയായിരുന്നു. മകന്റെ ജോലി പോയി, ആ ജോലി മറ്റൊരാൾക്ക് കിട്ടുകയും ചെയ്തു. അതേപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ? അത് അച്ഛൻ്റെ ഈ കത്തിലാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. 7 വർഷം ഇങ്ങനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിന്നിട്ട് എന്താണ് ദിവസം 200 രൂപ എങ്ങാനും ഇത്രയും കാലം നിന്നിട്ട് പെട്ടെന്ന് അവൻ്റെ ജോലി പോക്കി. ആ സമയത്തും അച്ഛൻ DCC ട്രഷറായിരുന്നു. അത് നമ്മുടെ MLAൻ്റെ അറിവോട് കൂടിയാണ് ആ ജോലി നഷ്ടമായത്. MLA അറിയുന്ന ഒരാളെ നിയമിച്ചു എന്ന് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് അച്ഛൻ്റെ കത്തിനകത്ത്. IC ബാലകൃഷ്ണനെതിരെ പല പരാമർശങ്ങളുണ്ട്. ND അപ്പച്ചൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ? ND അപ്പച്ചനും ആദ്യം അറിയില്ല, ഇത്രയും ബാധ്യത ഉള്ളതൊന്നും അറിയില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം കത്ത് വായിച്ച സമയത്ത് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ND അപ്പച്ചന്റെ കാലത്തല്ല ഈ കാര്യങ്ങളൊക്കെ നടന്നത്, അങ്ങനെയൊക്കെയുള്ള ചില ന്യായീകരണങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നില്ലേ? അതെ, അത് ഞങ്ങളോട് അന്ന് പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലമായിട്ടേ ഉള്ളൂ വന്നിട്ട്, അപ്പം ഈ പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പൊതുവിൽ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കത്തൊക്കെ വായിച്ചു കൊടുത്തത്. കത്തൊക്കെ വായിച്ചതിന് ശേഷം അപ്പച്ചൻ പറഞ്ഞത് വിഷമിക്കേണ്ട, പറ്റുന്നതെല്ലാം വിശദീകരണ യോഗത്തിൽ എല്ലാ നേതാക്കന്മാരും വരുന്നുണ്ട്, എന്നിട്ട് കൂടിയാലോചിച്ച് പറ്റുന്നത് പോലെ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ IC ബാലകൃഷ്ണൻ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് SP-ക്ക് കത്തൊക്കെ കൊടുക്കുമോ? അതാണ് നേതാക്കന്മാർ ചോദിക്കുന്നത്. എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ടൊന്നും ഞാനെന്ത് പറയാനാ. ശരി, ഈ പാർട്ടി ഇപ്പോൾ ഒരു സമിതിയെ വെച്ചിട്ടുണ്ടല്ലോ, അവർ വന്ന് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ബാധ്യതയൊക്കെ മാറുമെന്ന പ്രതീക്ഷയുണ്ടോ? അച്ഛൻ പേഴ്സണലായിട്ട് എടുത്ത കടത്തിൻ്റെത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് എഴുതിയ കത്തിനകത്ത് അച്ഛൻ പേഴ്സണലായിട്ട് എടുത്ത കടത്തിൻ്റെത് 3 കടത്തിൻ്റെ കാര്യമാണ് അച്ഛൻ പറയുന്നത്. അതാണ് ഞങ്ങളോട് വീട്ടാനും പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേത് എന്തിനാണ് അച്ഛൻ എടുത്തത് എന്നുള്ളത് അച്ഛൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. IC ബാലകൃഷ്ണൻ ഇങ്ങനെ NM വിജയനെ പറ്റിക്കുക, അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവ് നമുക്കുള്ളൂ. നമുക്ക് പാർട്ടിയുമായിട്ട് ആകെ വോട്ട് ചെയ്യാൻ പോകുന്നൊരു ബന്ധം മാത്രമേ നമുക്ക് പാർട്ടിയായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ നേരിട്ട് ഒന്നും അറിയില്ല എനിക്ക്. ഈ ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണം, അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം, അതിൽ കുടുംബം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? അവർ പ്രത്യേകിച്ച് കുഴപ്പമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇതുവരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പോകുന്നുണ്ട്. CPM ഒരു വലിയ വിഷയമാക്കി ഇത് എടുത്തിട്ടുണ്ട്, പ്രക്ഷോഭത്തിലേക്കൊക്കെ അവർ പോകുന്നുമുണ്ട്. പക്ഷേ അവരെ പറ്റി കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഈ വിവാദ അർബൻ ബാങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോയ കുറച്ചാളുകളെ അവർ പിന്തുണ നൽകി നിലനിർത്തുന്നുണ്ട് എന്നൊക്കെയാണ്. അതേപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അറിയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പാർട്ടിനെ പറ്റിയിട്ട് ആദ്യമായി സംസാരിക്കാൻ നമുക്ക് അറിയില്ല. ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള അറിവുമില്ല. ആകെ കൂടെ അച്ഛൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. അത് അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു, അത്രമാത്രം. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഭീമമായ സംഖ്യ ഞങ്ങളെ കൊണ്ട് എന്തായാലും അടയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തായാലും പെരുവഴിയിലേക്ക് ഇറങ്ങാനും പറ്റില്ല. അപ്പം ഇതിനാരാണോ ഉത്തരവാദികൾ അവർ ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPM നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഞാൻ പ്രത്യേകമായിട്ട് ആരും അങ്ങനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ആരും പ്രത്യേകിച്ച് വന്നിട്ട് അനുകൂലം അങ്ങനെയൊന്നും ആരും ഇതുവരെ വന്നിട്ടില്ല. ശരി, നിങ്ങളിനി സുധാകരനെയും സതീശനെയും ഒക്കെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പം തൽക്കാലം അങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല.